ഭാഗവതം ക്യാൻറ്റോ 3 ചാപ്റ്റർ 19. ഭാഗവതം സ്കന്ധം 3 അധ്യായം 19. മൈത്രേയ ഉവാച അവധാര്യ വിരിഞ്ജസ്യ നിർവ്യളീകാമൃതം വചഃ പ്രഹസ്യ പ്രേമഗർഭേണ തതപാംഗേന സുഗൃഹീത് തപസ്സപത്നം മുഖതശ്ചരന്തമകുതോഭയം ജഘാനോത്പത്യഗതയാ ഹനാവസുരമക്ഷജഃ സാ ഹദാ തേന ഗതയാ വിഹദാ ഭഗവത്കരാത് വിഘൂർണിതാപതദ്രേജേ തദദ്ഭുതമിവാഭവത് സാ തദാ ലബ്ധതീർത്ഥോപി നബബാധേ നിരായുധം മാനയൻ സമൃദ്ധേ ധർമ്മം വിശ്വക്സേനം പ്രകോപയൻ ഗദായാമപവിദ്ധായാം ഹാഹാകാരേ വിനിർഗതേ മാനയാമാസ തദ്ധർമ്മം സുനാഭം ചാസ്മരദ്വിഭുഃ തം വ്യഗ്രചക്രം ദിതിപുത്രാധമേന സ്വപാർഷദമുഖ്യേന വിഷജ്യമാനം ചിത്രാവജോ തദ്വിദാം കേചരാണാം തത്രാസ്മാസൻ സ്വസ്തിതേ മും ജഹീതി സദം നിശാമ്യാതരദാംഗമഗ്രദോ വ്യവസ്ഥിതം പത്മപലാശലോചനം വിലോക്യ ചാമർഷ പരിപ്ലുതേന്ദ്രിയോരുഷാസ്വദന്ധശ്ചതമാദചച്വസൻ കരാളദംഷ്ട്രശ്ചക്ഷുർഭ്യാം സംചക്ഷാണോദഹന്നിവ അഭിപ്ലുത്യ സ്വഗതയാ ഹതോസീത്യാഹനദ്ധരിം പദാസവ്യേന താം സാധോ ഭഗവാൻ യജ്ഞസൂകരഃ ലീലയാമിഷദശത്രോ പ്രാഹരദ്വാദരംഹസം ആഹ ചായുധമാധത്സ്വ ഘടസ്വത്വം ജിഗീഷസി ഇത്യുക്തഃ സതദാ ഭൂയസ്താടയൻ വ്യനദദ്ഭൃശം താം സ ആപപദീം വീക്ഷ്യ ഭഗവാൻ സമവസ്ഥിതഃ ജഗ്രാഹലീലയാ പ്രാപ്താം ഗരുത്മാനിവ പന്നഗീം സ്വപൗരുഷേ പ്രതിഹതേ ഹതമാനോ മഹാസുരഃ നൈച്ഛദ്ഗദാം ദീയമാനാം ഹരിണാ വിഗതപ്രഭഃ ജഗ്രാഹത്രിശിഖം ശൂലം ജ്വലജ്വലനലോലുപം യജ്ഞായ ധൃതരൂപായ വിപ്രായാഭിചരണ്യതാ തദോജസാ ദൈത്യമഹാഭടാർപ്പിതം ചകാസദന്ധഃഖത് ഉദീർണദീദിതിഃ ചക്രേണ ചിച്ഛേദ നിഷാദനേമിനാ ഹരിര്യദാ താർക്ഷ്യപദത്രമുച്ഛിദം വൃക്ണേ സ്വശൂലേ ബഹുധാരിണാ ഹരേഃ പ്രത്യേത്യ വിസ്തീർണമുരോ വിഭൂതിമത് പ്രവൃദ്ധരോഷസ്സ കഠോരമുഷ്ടിനാ നദൻ പ്രഹൃത്യാന്തരധീയതാസുരഃ തേനേദ്ധമാകദക്ഷത്തർഭഗവാനാദിസൂകരഃ നാകമ്പദമനാക്വാഭിസ്രജാഹതൈവ ദ്വിപഃ അധോരുദാസൃജന്മായാം യോഗമായേശ്വരേ ഹരൗ യാം വിലോക്യ പ്രജാസ്ത്രസ്താം മേനിരേസ്യോപസംയയം പ്രവവോർവയവശ്ചണ്ഡാസ്തമക്പാംസവമൈരയൻ ദിഗ്ഭ്യോ നിബേധുഗ്രാവാണക്ഷേപണൈ പ്രഹിതാ ഇവ ദ്യൗർനഷ്ടഭഗണാഭ്രൗഖൈ സവിദ്യസ്തനയുഗ്നുഭിഃ വർഷദ്ദിക്പൂയകേശാസൃഗ്വിന്മൂത്രാസ്തി നിജാസകൃത് കിരയത് പ്രത്യദൃശ്യന്തനാനായുധമുജോ നഖ ദിഗ്വാസസോ യാതുധാന്യശൂലിനോ മുക്തമൂർധജാഃ ബഹുഭിര്യക്ഷരക്ഷോഭിഃ പത്യശ്വരഥകുഞ്ചരൈഃ ആതതായിഭിരുത്സൃഷ്ടാ ഹിംസ്രാവാജോദിവൈശസാഃ
प्रादुष्कृतानां मायानामासुरीणां विनाशयन् सुदर्शनास्त्रं भगवान् प्रायुङ्ददयिदं त्रिपात् तदा दिदे समभवत् सहसा हृदि वेपधुः स्मरन्त्या भर्तुरादेशं स्तनाच्चाश्रित्प्रशुश्रुवे विनष्टासु स्वमायासु भूयश्चाव्रज्य केशवम् ऋषो बगुहमानोमुं ददृशेव स्थितं बहिः तं मुष्टिभिर्विनिघ्नन्दं वज्रसारैरधोक्षजः करेण कर्णमूलेहन् यथा त्वाष्ट्रं मरुत्पदिः स आहदो विश्वजिदाख्यवज्ञया परिभ्रमद्गात्र उदस्थलोचनः विशीर्णबाह्वङ्घ्रिशिरोरुहोपदद्यथा नगेन्द्रो लुलितो नभस्वदा क्षिदौ शयानं तमकुण्डवर्चसं कराळदंष्ट्रं परिदष्टदच्छदम् अजादयो वीक्ष्य शशंसुरागदा अहो इमां को नु लभेद संस्थितिं यं योगिनो योगसमाधिनारहो ध्यायन्ति लिङ्गादसदो मुमुक्षया तस्यैष दैत्यर्षभक्पदाहदो मुखं प्रपश्यं स्तनुमुत्ससर्जः येदौ तौ पार्षदावस्य शापाद्यादावसद्गतिं पुनः कतिपयैस्तानं प्रपश्ये देहजन्मभिः देवावूजुः नमो नमस्ते किल यज्ञतन्तवे स्थितौ गृहीतामलसत्त्वमूर्तये दिष्ट्याहदोऽयं जगदामरुन्धुदास्त्वत्पादभक्र्या वयमीश निर्वृताः मैत्रेय उवाच एवं हिरण्याक्षमसह्य विक्रमं ससादयित्वा हरिरादिसूकरः जगामलोकं स्वमखण्डितोत्सवं समीडितः पुष्करविष्टरादिभिः मया यदानोक्तमवादिते हरे कृतावतारस्य सुमित्रचेष्टितं यदा हिरण्याक्ष उदारविक्रमो महामृधे क्रीडनवन्निराकृतः सूत उवाच इति कौशारवाक्यादामाश्रुत्य भगवत्कथां क्षत्तानन्दं परं लेभे महाभागवतो द्विज अन्येषां पुण्यश्लोकानाम् उद्धाम यशसां सदा उपश्रुत्य भवेन्मोदश्रीवत्साङ्गस्य किं पुनः योगजेन्द्रं चषग्रस्तं ध्यायन्तं चरणाम्बुजं क्रोशन्दीनां करेणूनां कृच्छ्रतोमोचयद्धृतम् तं सुखाराध्यमृजुभिरनन्यशरणैर्नृभिः कृतज्ञको न सेवेद दुराराध्यमसाधुभिः यो वै हिरण्याक्षवधं महाद्भुतं विक्रीडितं कारणसूकरात्मनः शृणोति गायत्यनुमोदतेञ्जसा विमुच्यते ब्रह्मवदादभिद्विजाः ये तन्महापुण्यमलं पवित्रं धन्यं यशस्यं पदमायुराशिषां प्राणेन्द्रियाणां युधि शौर्यवर्धनं नारायणोऽन्ते गतिरङ्गशृण्वताम् इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां तृतीयस्कन्धे हिरण्याक्षवधो नाम 19विंशोऽध्यायः।